ദൈവത്തിൻ്റെ സ്തോത്രം. മനോഹരമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവെഴുത്തിൽ സങ്കീർത്തനങ്ങൾ 62:8 നാം ഇങ്ങനെ വായിക്കുന്നു: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. മറ്റൊരു വേർഷനിൽ ആ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഭക്തനാകുന്ന ദാവീദ് രാജാവ് തൻ്റെ നേരെ കടന്നു വന്ന ശക്തമായ വെല്ലുവിളിക്ക് മുമ്പിൽ പതറി നിൽക്കുന്ന അനുഗാമികളോട് പറയുക, അവരെ ഉപദേശിക്കുകയാ: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, അതെ, യഹോവയിൽ ആശ്രയിക്കുവിൻ. നോക്കണമേ, ഇന്ന് ലോകത്ത് മനുഷ്യൻ പലതിനെയും ആശ്രയിക്കുന്നു. ചിലർ ധനത്തിൽ ആശ്രയിക്കുന്നു, ചിലർ പീഡനങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ മനുഷ്യനിൽ ആശ്രയിക്കുന്നു, ചിലർ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ പലതിനെയും ആശ്രയിച്ച് പരാജയപ്പെടുമ്പോൾ ഇവിടെ ഭക്തനാകുന്ന ദാവീദ് രാജാവ് പറയുകയാ, ഇതേ യഹോവയിൽ ആശ്രയിക്കുവിൻ. എന്താണ് യഹോവയിൽ ആശ്രയിക്കാനുള്ള പ്രത്യേകത? നമ്മുടെ ഹൃദയം യഹോവയുടെ മുമ്പിൽ തുറക്കാം. യഹോവ നമ്മൾക്ക് സങ്കേതമാ. നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ, നമ്മുടെ വേദനകൾ ഇറക്കി വെക്കുവാൻ, നോക്കണമേ, ആ സന്നിധിയിൽ വസിക്കുവാൻ എല്ലാം പറ്റിയ ഒരിടം നമ്മുടെ കർത്താവിന്റെ സന്നിധി മാത്രമാ. ആശ്രയിക്കുവിൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ സകല ഭാരവും ഇറക്കി വെക്കാം. അത്യുന്നതന്റെ മറവാണ്, മറവിൽ വസിക്കാം. അതെ, പ്രിയന്റെ മാരിടം അവിടെ ചാരാം. ഏത് സമയത്തും പ്രിയനോടുകൂടെ വസിക്കാൻ പറ്റിയ ഒരിടം, അതെ, ദൈവത്തിലുള്ള ആശ്രയം. നോക്കണേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രത്യേകത 125 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാ. നോക്കണമേ, കുലുങ്ങുന്ന ഒരു ലോകം, കുലുക്കുന്ന ലോകം, തളരുന്ന ലോകം, തളർത്തുന്ന ലോകം. എന്നാൽ ഈ ലോകത്ത് ഉറപ്പോടെ നിൽക്കുവാൻ നോക്കെ ദൈവത്തിലുള്ള ആശ്രയം, യഹോവയിലുള്ള ആശ്രയം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഈ പ്രഭാതത്തിൽ ദൈവത്തിലുള്ള ആശ്രയത്തെ നമുക്ക് പുതുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:4 ഇങ്ങനെ നാം വായിക്കുന്നു: യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. നോക്ക്, ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയാ: യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ഇതേ യുഗങ്ങളുടെ പാറയായ ക്രിസ്തു, ശാശ്വതമായ ഒരു പാറ. നോക്കണേ, ഇത് അതിഥ്യമായ ഒരു പാറ. നമുക്ക് ആശ്രയിക്കുവാൻ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവുണ്ട്. പ്രതികൂലം ആഞ്ഞടിച്ചാലും, കാറ്റും തിരമാലും കോളും ആഞ്ഞടിച്ചാലും, ജീവിതത്തിലെ സമസ്ത മേഖലകൾ നമുക്ക് പ്രതികൂലമായി നിന്നാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ വിജയതീരമണയുവാൻ നമുക്ക് സാധ്യമായി. എല്ലാ കാലത്തും നമ്മുടെ കഷ്ടതയിലും, നമ്മുടെ സന്തോഷത്തിലും, നമ്മുടെ ദുഃഖത്തിലും, നമ്മുടെ സന്തോഷാവസ്ഥയിലും, നമ്മുടെ ഏത് സമയത്തും, നമ്മുടെ ദാരിദ്ര്യ സമയത്തോ, നമ്മുടെ അഭിവൃദ്ധി സമയത്തോ, ഏത് സമയമാകട്ടെ, ഏത് സമയത്തും യഹോവയിൽ ആശ്രയിക്കുകയും നമ്മുടെ ഹൃദയം തുറക്കുവാൻ, നമ്മുടെ സകല വിഷയങ്ങളും തുറന്നു പറയുവാൻ പറ്റൊരിടമാണ് നമ്മുടെ കർത്താവിന്റെ സന്നിധി. ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിലുള്ള ആശ്രയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മരുഭൂമി യാത്ര മുൻപോട്ട് തുടരാം. ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുകയാണോ, വേദനയോ ഭാരമാണോ, ജീവിതത്തെ തളർച്ചയാണോ? ഇല്ല, വിജയത്തോട് വിടുതലോട് മുൻപോട്ട് പോകുവാൻ യഹോശാഫാത്ത്, യഹൂദ രാജാവായ യഹോശാഫാത്ത് രാജാവ് യുദ്ധത്തിൽ യഹോവയിൽ ആശ്രയിച്ചു. ഒരു വലിയ വിജയം ദൈവം നൽകി. ഇതാ താൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിച്ചു എന്ന് പറഞ്ഞ ഭക്തനായ ദാവീദ് താനിതാ ധൈര്യത്തോട് വിജയത്തോട് മുൻപോട്ട് പോകുന്നു. നമ്മുടെ ജീവിതയാത്രയിലും ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ കർത്താവ് യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ സമയം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി വന്നിട്ട് അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം.